ഇവിടെ അല്ലേ ഉണ്ടായത്, അത് ഇവിടെ പോയി. എടാ നീ മറ്റേ ഓന്തായിട്ട് അങ്ങനെ വന്നിരുന്ന ഇയാള് പേടിച്ചു പോയാ. ഇവിടെ എവിടെ ഉണ്ടായടാ? ഇനി മുതൽ ഓന്തെന്ന് വിളിച്ചോട്ടാ. ടി വി വേണ്ട വേണ്ട എടാ വേണ്ട സൈക്കിൾ വേണ്ട. ആ ഹലോ 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 റാഷ, ഹലോ റാഷമാലിക്കൊന്ന് വരാവോ? റാഷമാലിക്ക് മാത്രം, വേറെ ആരെയും വിളിച്ചില്ല. വേറെ ആരെയും വിളിച്ചില്ലേ? രണ്ടുപേർക്കും പേഴ്സണലായിട്ട് സംസാരിക്കുക. മൂന്നാമതൊരാൾ നമ്മുടെ നമ്മുടെ മാമൻ. രണ്ടുപേർക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം. നമ്മള് മൂന്നുപേരുണ്ടല്ലോ. അല്ല പേഴ്സണലോ? നമ്മള് മൂന്നുപേരും കൂടെ മൂന്നുപേര്. നമ്മൾ ഈ മൂന്നുപേരല്ലാണ്ട് നാലാമത് ഒരാൾ എറിയരുത്. നാലാണ്ട് എറിയണമെങ്കിൽ കണ്ടി ഒരാൾ നടന്നു വരുന്നുണ്ട്. തിരണ്ണാൻ വന്നവരായിരിക്കും. തിരണ്ണിട്ട് വാ. നമുക്ക് അങ്ങോട്ട് മുടിഞ്ഞു പോണേ ഒളിഞ്ഞു നിൽക്കുന്ന മുടിഞ്ഞ് ഞാൻ ഒടിഞ്ഞു എന്താണ് റാഷ ഒന്ന് മാത്രം ഇങ്ങോട്ട് വന്നു. ഇനി അങ്ങോട്ട് പറഞ്ഞവർക്ക് ദേമേ മുടിഞ്ഞു പോണേ. ഇങ്ങോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് നീയൊക്കെ എന്തോ പറഞ്ഞു നടക്കണ അവിടെ ഞാൻ കാണുന്നില്ല. നമ്മളെ നമ്മുടെ മാമൻ, നമ്മുടെ സ്വന്തം മാമൻ. ഡ്രോൺ ഇടണതിന് റാശിക്ക് എത്ര വയസ്സുണ്ട് ഇപ്പൊ? ഇത് ഡ്രോണൊക്കെ വരുവാണല്ലേ, നമുക്ക് ഇവിടുന്ന് പോയാലോ സാവിനെ? ആണോ നമുക്ക് ഇവിടുന്ന് പോണേ? എന്താ പറഞ്ഞത്? 20 എന്നാണ് പറഞ്ഞത്. 20? അയ്യോ നമ്മളെ കിരിസറിന് 20 90. ഞാൻ ഒരു കാര്യം പറയട്ടെ ഭാഷ, കീരിസെറ്റ് എന്ന് പറയുമ്പോ ജസ്റ്റ് 53 ആവാൻ പോണേ ഉള്ളൂ. സെഞ്ചുറി 53 ഫസ്റ്റ് ഡേ എന്നാണ് നമ്മള് കേട്ടത്. കുഴപ്പമില്ല. പക്ഷെ പുള്ളിക്ക് ഇപ്പൊ ഒരു ആഗ്രഹം, കറുത്ത മാസ്കുള്ള കറുത്ത ചിറകുള്ള ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ടെന്ന്. ഇതിപ്പോ നമ്മൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്. ഹലോ എടാ നീയാണോ മറ്റേ? നീയായിരുന്നോ അത്? എനിക്ക് പിന്നല്ലടാ മനസ്സിലായ നീയാണെന്നത്. മനസ്സിലായില്ലേ? പിടിയിട്ടില്ലേ? എന്താണ് പരിപാടി? അത്ര ഇപ്പൊ ഫുള്ള് പിടിയിട്ടി. എനിക്കിപ്പം ഒരു മിനിറ്റ് നമ്മൾ ഇപ്പൊ വരാം കേട്ടോ. ഇപ്പൊ വരാം. വെയിറ്റ് ചെയ്യണേ. ജീവിത പ്രശ്നം ഗിരിസേട്ടന്റെ. ഇത് ഒബിറ്റോടാ. ഒബിറ്റിനെ അറിയില്ല എന്റെ. അപ്പൊ ഗിരിസേട്ടന് എന്താളാ കുട്ടിയെ എന്താ പറയാ? കുട്ടീനല്ല, കറുത്ത മാസ്ക് ഇട്ട. കറുത്ത മാസ്ക് പോയി. കറുത്ത ചിറകുള്ള തലയില് കറുത്ത റിബണുള്ള കുട്ടി. അത് നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കാം. സെറ്റ് ആവും. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോ അഭിനയിക്കാനല്ലേ ഈ ഇങ്ങേരിക്കാണ്. ആരാണ് ഈ കൂടെ? റാഷാക്കിരി. ഓ ഇരിക്കടൻ ജോസ്. പുള്ളിക്ക് 52 വയസ്സ്. സ്വന്തം അച്ഛനെ പോലെ നിന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് സത്യം പറഞ്ഞത് നമ്മളിത് സെറ്റാക്കാനല്ല വന്നത്. അച്ഛന്റെ വാത്സല്യല്ലേ? ഇതേപോലെ കുറച്ചു മുമ്പ് മോന്റെ എടാ സാവേജ്, ഇത് നമ്മൾ സെറ്റാക്കാനല്ല വന്നത്. ഇങ്ങേക്ക് ഈ പെമ്പിള്ളേരെ കാണാൻ ഭയങ്കര ഇളക്കമാണ്. നമ്മ ചുമ്മയെന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് മറ്റേ ഒരുമാതിരി മറ്റേ സംസാരവും. അപ്പൊ പുള്ളിക്ക് ഒരു പണി കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പൊ റാഷ നമ്മുടെ ആക്ട് ചെയ്യണം. എന്നിട്ട് പല പേരെ പോയിട്ട് സംസാരിക്കാൻ തുടങ്ങി കഴിയുമ്പോ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എനിക്ക് നാണമില്ല, ഇത്ര പ്രായമില്ലേ ഈ എന്നെ മാതിരി കുഞ്ഞിപ്പിള്ളേരെ പറയും എന്ന് വെച്ചാൽ. എനിക്ക് 20, താങ്കൾക്ക് പറ്റി 40-50 വയസ്സില്ലേ, നാണമുണ്ടോ പ്രായമായിട്ട് ഇത്രയ്ക്ക് ഇത് കിടക്കാൻ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുക. ഓക്കെ, ആക്ടിങ്.
ഓക്കെ ഓക്കെ ശരി. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ ഗിരിസേട്ട് വളഞ്ഞല്ലോ. ഗിരിസേട്ട് കാര്യം പറ. പക്ഷെ ഇവന്മാരെന്തോ പറഞ്ഞത് സത്യം പറയണം. നമ്മളൊന്നും പറഞ്ഞു റാഷക്കെല്ലാം ഓക്കെ അല്ലേ? റാഷിക്കൊക്കെ അല്ലേ? ആ അതാണ് നീ എന്തോ കൊല്ലാൻ കൊണ്ടുപോണ ഇങ്ങനെ എന്തിന് ഗിരിസിനെ കുറച്ച് പ്രൈവസി വേണ്ടേ വീട്ടിൽ നമ്മൾ സ്ഥലത്തല്ലേ പോകും. പ്രൈവസിയാ എന്തിന്? ഇവിടുന്ന് ലെഫ്റ്റിത്തെ മലയിലോട്ട് ലെഫ്റ്റ് താങ്ങാൻ മനസ്സിലായി അല്ല റാഷക്ക് ഇത് പറയണെങ്കിൽ പ്രൈവസി ഉണ്ട് റാഷ സത്യം പറഞ്ഞു. വേണം അതാണ് റാഷ സത്യം പറയാം ഇവന്മാരെന്തോ എന്ന് പറഞ്ഞത്. എല്ലാം വണ്ടി അല്ലടാ കിട്ടിലും വണ്ടി അവിടെ നിർത്തട്ടെ. ഈ മല അല്ലല്ലോ നമ്മള് ഞാൻ മല വരെ പോകുന്നത്. എന്തിനാണ് ഈ മലകയറ്റെന്നെങ്കിലും പറയാം. ഗിരിസേട്ടിന് വേണ്ടിയല്ലേ നമ്മള് ഏത് മലയും കയറും. അതെ ഗിരിസേട്ടൊരു ആഗ്രഹം പറഞ്ഞ് നമ്മള് സാധിച്ചു തരണ്ടേ. ഞാൻ എന്താഗ്രഹം പറഞ്ഞ വണ്ടി എടുക്കണ കാര്യോ? ആ പുതിയ വണ്ടി എടുത്തല്ലോ. പുതിയ സാവേജിന്റെ പുതിയ വണ്ടി ഇതേനാ. ഇതാര്? ഇത് സ്ഥിര സ്ഥലമാണോ? ഇത് സ്ഥിര സ്ഥലമാണല്ലേ. അവർക്ക് നമ്മളിപ്പോ privacy കൊടുക്കണ്ടേ? അതുകൊണ്ട് എന്തിനാ ഗിരിസേട്ട് ആദ്യം ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഗിരിസേട്ട് ഒന്ന് ഇങ്ങോട്ട് വന്നേ. മറ്റേ കണ്ണാത്തിന് കിടക്കണതാണ് നമ്മുടെ കൂടെ കിടക്കണ കൊച്ചാണത്. ശരി അതിനൊരു കമ്പനി കൊടുത്തിട്ട് എന്താണ് നിങ്ങളൊരു നിങ്ങൾ പോയിട്ടോ? അല്ല നീ പോയിട്ടോ? എടാ ഓക്കെ. റോസ് കൈപ്പിടി. റോസ് ഇതേ റോസ് ശരിയാകൂല. ഇങ്ങനെ റോസ് എടുത്തിട്ട് ഈ റോസ് റാഷക്ക് ഉള്ളതാണ്, പ്രപ്പോസ് ഒന്നും ചെയ്യണ്ട, അങ്ങനെ പറഞ്ഞത് ജസ്റ്റ് ഞാൻ റാഷക്ക് വേണ്ടി പറിച്ചോണ്ടെന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്നും പറ. എങ്ങനെ ഡയലോഗ് ഒന്നും വരത്തില്ലടാ. ഇല്ല ഞാൻ പോയിട്ട് ഞാൻ ഉള്ള കാര്യമൊക്കെ പറയാം. എന്ത് കുട്ടീനെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെയൊന്നുമല്ല. പിന്നെന്തിനു പറയാൻ പോണ്? നീയൊക്കെ എവിടെ അന്ന് പോയി എന്താ പറഞ്ഞു ഞാൻ ചോദിച്ചു. നമ്മള് പോയിട്ട് കീരിച്ചേട്ടന് ഇഷ്ടമുണ്ട് അപ്പൊ പറഞ്ഞ ആ പുള്ളിക്കാരൻ വന്ന് പറയുവാണെ ഓക്കെ. ഞങ്ങള് ചോദിച്ചു ഈ റാഷ മാലിക്ക് കൊള്ളത്തില്ല, മാലിക്കാരാന്ന് വെച്ചപ്പോ അവൾക്ക് പോലും അറിഞ്ഞില്ല. അപ്പൊ റാഷ കീരി ആക്കണ്ടേന്ന് വെച്ചപ്പോ ചിരിക്കണ ആള് പുള്ളി വന്ന് പറയുവാണെ നോക്കാന്ന്. കീരി കൊള്ള ഒരു ആശ ജോസും ഉള്ള രണ്ടും കൊള്ളാലോ. കൊള്ളാല്ലേ? അല്ല എന്നാലും ഫ്ലവറൊന്നും വേണ്ട. അല്ലാതെ ഫ്ലവർ തേങ്ങ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ട് എന്ത് ചെയ്യാനാണ്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളൊരു കാര്യം, ഇവര് വന്ന് എന്താ പറഞ്ഞേ? ഇവര് വന്നിട്ട് പറഞ്ഞു തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? വേറെ ഇല്ല, തനിക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പൊ സംസാരിക്കണം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. കുട്ടിക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ? അവിടെ വെച്ചോ? എനിക്ക് ആളടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ. ഇതിന് മുന്നേ എന്റെ അടുത്ത് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടോ? നമ്മളെപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിനു മുന്നേ നമ്മളെപ്പോഴും സംസാരിച്ചോ? എന്നെ അറിയാവോ? അറിയാം, അത്രേ ഉള്ളൂ. ഇതിനു മുന്നേ സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മളങ്ങനെ അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. മാലിക്കാരാണ്. ചുമ്മാ ഇരുടേ. മാലിക്കാരായിരുന്നു. ആക്ച്വലി മാലിക്കാരാന്ന് എനിക്ക് അറിയത്തില്ല, വീട്ടുകാരുടെ പേരാണത്. ഓക്കെ. ഈ മാലിക്ക് മാറ്റുന്നതിനോട് താല്പര്യമുണ്ടോ? എന്നെ ഇഷ്ടമാണെന്നങ്ങ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു പോരെ. കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി. അതെ, അപ്പൊ അതിന് മാലിക്ക് മാറ്റുന്നതിനോട് താല്പര്യമുണ്ടോ? അപ്പൊ ഇവര് പറഞ്ഞ കാര്യമാണെന്നാണോ പറയുന്നത്? ആണെങ്കിൽ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് എത്ര വയസ്സെന്നറിയോ? എത്രയായിരിക്കും ഗസ്സേ? ഒരു 25. ഓക്കെ അത് വിട്. ശരി. എനിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 28. 28? അതെ. കള്ളം പറഞ്ഞ കണ്ണി ഉറുമ്പ് അടിക്കും. സീരിയസ്ലി 28 ഉള്ളൂ. തനിക്ക് 52 വയസ്സ്, എനിക്ക് 20 വയസ്സ്. ഞാൻ എന്റെ ID കാർഡ് കാണിച്ചു തരാം. 20 വയസ്സ്. അല്ല, ഞാൻ വേറെ കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. 18 താഴെയൊന്നും അല്ലല്ലോ, 20 അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് 50 എന്ന് ഉമ്മാര് വെറുതെ പറയണേ.
എനിക്ക് 28 ആയതേ ഉള്ളൂ. അങ്ങനെയൊന്നല്ല. എന്റെ അടുത്ത് പറഞ്ഞ തനിക്ക് 52 വയസ്സാണ്, അച്ഛന്റെ വാത്സല്യം എന്നൊക്കെയാണ് എന്റെ അവന്റെ അടുത്ത് പറഞ്ഞത്. അച്ഛന് 52. എനിക്ക് അപ്പോഴേ തോന്നി. ഇല്ല അത് അങ്ങനെയൊന്നുമല്ല. അല്ല ഈ വേറൊരു കാര്യമുണ്ട്, വയസ്സിലൊന്നും കാര്യമില്ലല്ലോ. ഇല്ല 52 വയസ്സ് 20 വയസ്സ് കിരിസെറ്റിനെ കൊച്ചിനെ നേരത്തെ മരിച്ചില്ലേ? കിരിസെറ്റ് ഇല്ല. മാലിക്കുന്ന സിരിസേട്ട് കൂടെ പഠിച്ചത് അച്ഛൻ. ആ അതെ, ആയതല്ല കേക്കരുത്. എനിക്ക് 52 വയസ്സ് ഉമ്മാര് വെറുതെ പറയണാണ്. അത് മെന്നിനാണ്, എനിക്കല്ല. ഇല്ല കിരിസേട്ടനാണ് അത്. കിരിസേട്ടൻ ഉമ്മാര് വെറുതെ പറയണാണ്. നമ്മ വല്യപ്പൂപ്പാന്ന് വിളിക്കാറ് ഇടയ്ക്ക്. ഇടയ്ക്ക് അച്ചാന്ന്. പക്ഷെ 52 വയസ്സുണ്ടെങ്കിലും കാണാൻ ചെല്ലാനാണ്. ഇവന്മാരെ പോലെയല്ലേ ഇരിക്കുന്നു ഞാനും, വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല എന്നാലും ശരിക്കും എത്ര വയസ്സാ അത് പറ. 28. സീരിയസ്ലി 28. ഇവനെക്കാളൊക്കെ ഒരു 2-3 വയസ്സ് വ്യത്യാസമുള്ളൂ. എന്തെന്നൊക്കെ പറഞ്ഞത് കിരിസെട്ട് എന്ന് പറയുന്ന ഒരു ഷാർപ്പ് ഷൂട്ടറാണ്. ഇവിടെ നിന്ന് അവിടെ വെടിവെച്ച് കഴിഞ്ഞാൽ ഒബ്സർവേറ്ററിലുള്ള ആളെ ചാവും. അങ്ങനത്തെ ഒരു ഷൂട്ടറാണ്. തന്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ല അല്ല, പണ്ട് കുറെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല, റിലേഷൻഷിപ്പ് ഒരു 4 വർഷം കൂടി ആയി ഫാസ്റ്റ് ആവേ. അതെ അതെ. അതെന്തുവാ? കിരിസേട്ട് അല്ല ഞാൻ ചുമ്മാ പറഞ്ഞ. അല്ല. പക്ഷെ അപ്പം ഓക്കെയാണ്, ഭാഷയ്ക്കൊപ്പം ഓക്കെയാണ്. ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ അതിന്. അല്ലേ ഇല്ലല്ലോ. ഞാൻ ജസ്റ്റ് പേര് മാറ്റാമെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അതെ, ഭാഷയൊന്നും പറഞ്ഞിട്ടില്ല. നീയൊക്കെ വെറുതെ ഇങ്ങനെ കാർഡ് കയറരുത്. ഓക്കെ അല്ലേ? അത് സത്യം. അതെ അതെ, ഞാൻ ഐ ഡി കാർഡ് എങ്ങനെ കാണും? എനിക്ക് ആദ്യം അതൊന്നും ഇവിടെ പ്രൂവ് ചെയ്യണം. ഞാൻ ഒരു കാര്യം പറയട്ടെടാ. ഇപ്പൊ പ്രാശക്കാണി മാലിക്കാരാന്ന് അറിഞ്ഞൂടാ സത്യം പറഞ്ഞ. അപ്പൊ ആ രീതിയില് വേണമെങ്കില് റാശ ജോസ് എന്നാക്കിയിരുന്ന കേട്ടോ. അച്ഛന്റെ സ്ഥാനത്ത് കിരിസേട്ടൻ എപ്പോഴും ഉണ്ട്. എനിക്ക് അച്ഛൻ ആവശ്യമില്ല, ഞാൻ അച്ഛനില്ലാതെ ജീവിച്ചോളാം. അല്ല അവൻ ഉദ്ദേശിച്ച ആ അച്ഛനല്ല കേട്ടോ, അവൻ വേറെ അച്ഛനാണ് ഉദ്ദേശിച്ചത്. അതല്ല ഇത്, അത് വേറെ അർത്ഥമുണ്ട്. അവൻ ഉദ്ദേശിച്ച അർത്ഥം അതല്ലായിരുന്നു കേട്ടോ, അത് കാര്യമായിട്ട് എടുക്കണ്ട. അപ്പൊ റാശയ്ക്ക് ഇഷ്ടമാണ് കിരിസെറ്റിനെ എന്ന് പറഞ്ഞില്ലല്ലോ അവള്. അതും പറഞ്ഞില്ലല്ലോ. തന്നെ അറിയാലോ സംസാരം എന്താ, നമ്മൾ ആദ്യം സംസാരിക്കുവാണ് ഇത്ര നേരം. അതെങ്ങനെ കാണിക്കുന്നേ? അതെങ്ങനെ കാണിക്കുന്നേ? അതീ തന്നെ ഇല്ലേ റാശ കള്ളത്തരം? ഇല്ലടാ, അറിയാത്തോണ്ടല്ലേ. ഇവിടെ എങ്ങനെയാടാ കാണിക്കുന്നത്? ഇപ്പൊ അടുത്ത് കാണിക്കുക. ഏതോ എന്തുവായിരുന്നു? എങ്ങനെയാ അത്? കയ്യില് വേണം ഐ ഡി കാർഡ്. കയ്യില് വേണോന്ന്? കയ്യിലില്ല, ഉണ്ടല്ലോ. എടാ എങ്ങനെ കാണിക്കുന്നു പറടാ. യൂസ് കൊടുത്താ മതി. അതെങ്ങനെയായിരുന്നു? എനിക്കറിയത്തില്ല സീരിയസ്ലി. ഇല്ല, നീ ഉണ്ടാക്കിയ ഐ ഡി കാർഡ് എനിക്ക് തരണ്ട, എന്റെ കയ്യിലുള്ള ഞാൻ കാണിച്ചോളാം. ഇപ്പം വിളിച്ചപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തോ ഐ ഡി കാർഡ് വെച്ചാ ഒരു റാഷയുടെ ഐ ഡി കാർഡ് കാണിച്ചു. എനിക്ക് ഐ ഡി കാർഡ് ഇല്ല, ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമേ. എനിക്ക് അതില്ലായിരുന്നു. അത് എടുത്തിട്ട് യൂസ് കൊടുത്താ മതി, അപ്പം കാണാൻ പറ്റും. എടാ എങ്ങനെയാടാ? കിട്ടിയില്ലേ? ഇല്ല, കാണിക്കാൻ പറ്റുന്നില്ല. അല്ല ഇപ്പൊ റാഷ എന്താ ഇവന്മാര് പറയണ കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. ഇവന്മാര് പറയണത് കാര്യമായിട്ട് എടുക്കില്ല. ഇവന്മാർക്ക് എന്റെ അവിടെ ലൈവാ. ആര് ലൈവ്? ലൈവോ? ലൈവ് ഒന്നുമല്ലല്ലോ. എന്തിനാണ് ലൈവ് ഇട്ടത് ഇപ്പൊ? ആര് ലൈവ്? ലൈവിന്റെ ടൈറ്റിൽ എന്താണോ എന്തോ ദൈവമേ. ഇത് നമ്മളിങ്ങനെ കാണിക്കാൻ പറ്റും. ലൈവ് ഇട്ടൊക്കെ കാണിക്കാൻ പറ്റുന്നതാണ്. ഒരു 50 വയസ്സ് യുവാവ് ഒരു 20 വയസ്സുള്ള പെൺകുട്ടി പ്രപ്പോസ് ചെയ്യണമെന്നൊക്കെ. അയ്യോ, 50 വയസ്സുള്ള യുവാവ് നിന്റെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും മാച്ചാ. അത് സത്യം കേട്ടാ.